പെഡഗോഗി ഓഫ് ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് യൂണിറ്റ് ഓർഡർ ആയിക്കൊണ്ടായിരുന്നു മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫിസിക്കൽ സയൻസിലെ പെഡഗോഗി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയപ്പോൾ എല്ലാ യൂണിറ്റുകളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. മറിച്ച് അത് മറ്റു യൂണിറ്റുകളിൽ നിന്നും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് പെഡഗോഗി ഫിസിക്കൽ സയൻസ് എസ്എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യമേ നമ്മൾ നോക്കുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യമേ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ, ചോയ്സ് ബേസിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ എന്നുള്ളത് ഇവാലുവേറ്റ് ദി റോൾ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻ അച്ചീവിംഗ് ദി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസസ് എന്നുള്ളതാണ്. അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അത് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അത് ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് എന്തിനോട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്? എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്നുള്ളത്. ദെൻ അതിൽ തന്നെ വന്നിട്ടുള്ള ചോയ്സ് ആണ് എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. അപ്പോൾ ഇവിടെ 24 ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ടതില്ല, അത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എന്തെന്ന് പറയുന്നത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി. അത് ഇവിടെ ചോദിച്ചിട്ടില്ല, അത് മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുമാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹെർബാഷ്യൻ ആൻഡ് മോറിസൺ ടീച്ചിങ് മോഡൽ എന്നുള്ളതാണ്. ഇത് ആക്ച്വലി തേർഡ് യൂണിറ്റിൽ വരുന്ന ചോദ്യമാണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്. ആ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലെ 3 ലെവലുകളെയും ഇവിടെ 2 ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിൽ 2 ലെവലുകളാണ് ഏതെന്ന് പറയുന്നത് ഹെർബാഷ്യൻ ലെവലും മോറിസൺ ടീച്ചിങ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത്. ഈ ഹെർബാഷ്യൻ ലെവലിനെയാണ് അല്ലെങ്കിൽ മോഡലിനെയാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോറിസൺ ടീച്ചിങ് മോഡലിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്ന ലാസ്റ്റ് ലെവലാണ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അത് ബിഗെ ആൻഡ് ഹൺസ് ടീച്ചിങ് മോഡലുമാണ്. സോ ഇവിടെ ലെവൽസ് ഓഫ് ടീച്ചിങ് മോഡൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഒന്ന് മെമ്മറി ലെവൽ, മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, മറ്റൊന്ന് റിഫ്ലക്റ്റീവ് ലെവൽ. അത് തന്നെയാണ് ഓരോ വ്യക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത്. മെമ്മറി ലെവൽ തന്നെയാണ് ഹെർബാഷ്യൻ മോഡൽ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനെയാണ് മോറിസൺ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ റിഫ്ലക്റ്റീവ് ലെവലിനെയാണ് ബിഗെ ആൻഡ് ഹൺ ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഏതെങ്കിലും ഒന്നാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലോർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ യൂണിറ്റ് പ്ലാൻ. Then emphasize the key consideration for designing comprehensive units in physical sciences എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത് യൂണിറ്റ് പ്ലാൻ എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലെസൺ പ്ലാൻ തന്നെയാണ്. Then explain the steps involved in lesson plan and its approaches. ഇത് നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് ലെസൺ പ്ലാനിന്റെ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഇയർ പ്ലാൻ, ലെസൺ പ്ലാൻ, അതേപോലെ തന്നെ യൂണിറ്റ് പ്ലാൻ എന്നിങ്ങനെ പ്ലാനുകളാണ് ഇവിടെ എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. മറ്റ് മെത്തേഡുകൾ കൂടി, കുറച്ച് മെത്തേഡുകൾ കൂടി അവിടെ യൂണിറ്റിൽ പറയുന്നുണ്ട്. ആ മെത്തേഡുകൾ പല ക്വസ്റ്റ്യൻസിന്റെ സെറ്റിലും കൂട്ടി ചോദിച്ചതായിട്ട് കണ്ടിട്ടുമുണ്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് ലെവൽസ് ഓഫ് ടീച്ചിങ് മോഡലാണ്, രണ്ടാമത് ലെസൺ പ്ലാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി ആർ ഹെൽപ്ഫുൾ ഇൻ ടീച്ചിങ് ഫിസിക്കൽ സയൻസസ് എന്നുള്ളത്. ഈ ഫിസിക്കൽ സയൻസിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഓഗ്മെന്റഡ് റിയാലിറ്റിക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിൽ? Then what is blended learning? How it's useful for teaching physical sciences? Blended learningും ഫ്ലിപ്ഡ് ലേണിംഗും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്ത്? എക്സ്പ്ലെയിൻ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്. ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്, അതേപോലെ തന്നെ 2 മെത്തേഡുകൾ ചോദിച്ചിട്ടുണ്ട് മറ്റു ക്വസ്റ്റ്യനിലായിട്ട്. കെല്ലർ പ്ലാൻ എന്താണ്? പ്രൊജക്ട് മെത്തേഡ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 10ൽ ഏതെങ്കിലും ഓരോ 5 എണ്ണമാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്.
അതിൽ ഇന്റേണൽ ചോയ്സോട് കൂടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ ബേസിലല്ല, മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുക ഷോർട്ട് ആൻസേഴ്സ്. 2024 തന്നെ ഫിസിക്കൽ സയൻസ് പെഡഗോഗിയിൽ ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ഏതൊക്കെയാണ്? Explain the importance of incorporating both cognitive and affective domain in instructional objectives for teaching physical sciences. ഇത് ബ്ലൂംസ് ടാക്സോണമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോഗ്നിറ്റീവും അഫക്റ്റീവ് ഡൊമൈനും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫിസിക്കൽ സയൻസിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡിസ്കസ് ദി സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. ഇവിടെ നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ വന്നിട്ടുള്ള കുറച്ച് സ്കില്ലുണ്ട്. മൈക്രോ ടീച്ചിങ്ങിനോടനുബന്ധിച്ച് വരുന്ന സ്കില്ലുകളുണ്ട്. അത് പിന്നെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഷോർട്ട് ആൻസറിൽ ചോദിച്ചിട്ടുണ്ട്. 9ഓളം പിന്നെ മൈക്രോ ടീച്ചിങ് സ്കില്ലുകളാണ് വരുന്നത്. അത് സെക്കൻഡ് യൂണിറ്റിൽ. അത് ഇവിടെ സെക്കൻഡ് യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ സെക്കൻഡ് ഷോർട്ട് ആൻസറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ മൈക്രോ ടീച്ചിങ്, അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മൈക്രോ ടീച്ചിങ് അത് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് വന്നതാണ്. ദെൻ ഡിഫൈൻ സെൽഫ് ലേണിംഗ്, എലാബറേറ്റ് ദി ഫോംസ് ഓഫ് സെൽഫ് ലേണിംഗ്. സെൽഫ് ലേണിംഗ് എന്താണ്? ഫോംസ് ഓഫ് സെൽഫ് ലേണിംഗ് എന്താണ്? അത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കൂടി നിങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെ നിങ്ങളിവിടെ എഴുതി വെച്ചാൽ മതി. ദെൻ ഡിസ്കസ് ദി യൂസ് ഓഫ് മാസ് മീഡിയ ഇൻ ടീച്ചിങ് ഫിസിക്കൽ സയൻസസ്. ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നതാണ്? 5th യൂണിറ്റിൽ വരുന്നതാണ്. അവിടെ നിന്ന് യൂസ് ഓഫ് മാസ് മീഡിയ പിന്നെ ടീച്ചിങ്ങിൽ പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ്, 15ഓളം ക്വസ്റ്റ്യൻസുകളാണ് 2024 പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കുറച്ചൊരു വ്യത്യസ്തമായിക്കൊണ്ട്, കുറച്ചൊരു പിന്നെ ഇൻഡെപ്ത് ആയിക്കൊണ്ട്, കുറച്ചൊരു ടാക്ടിക് ആയിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പഠിക്കുന്നവനാണ് ഇത് ആൻസർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.